1983 തൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്നും 5000 രൂപ കടം വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആഗ്രഹത്തിലേക്ക് ചുവട് വെക്കുന്നത്. ആ കാലഘട്ടമായതുകൊണ്ട് തന്നെ കുറേ പൈസയൊന്നും എടുക്കാനില്ലാത്ത സമയമായതുകൊണ്ടും തൻ്റെ അടുക്കളയായിരുന്നു അദ്ദേഹം പരീക്ഷണശാലയായി ഒരുക്കുന്നതും. 1983 കാലഘട്ടത്തിൽ അന്ന് മാർക്കറ്റിൽ ആർക്കും കേട്ടുകേൾവിയില്ലാത്ത പുതിയൊരു വിപ്ലവത്തിന് തന്നെ അദ്ദേഹം തിരികൊളുത്തുകയാണ്. ഉജാല സുപ്രീം കടും നീല നിറത്തിലുള്ള ഫാബ്രിക് വൈറ്റ്നനിങ് ലിക്വിഡ്. തുടക്ക കാലഘട്ടത്തിൽ വീട് വീടാന്തരം കയറിയിറങ്ങിയായിരുന്നു അദ്ദേഹം തൻ്റെ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് അദ്ദേഹത്തിന് കൂട്ടായിട്ട് 6 സ്ത്രീകളും ഒപ്പമുണ്ടായിരുന്നു. പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ടായിരിക്കണം പെട്ടെന്ന് തന്നെ ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ആ ബ്രാൻഡിന് സാധിച്ചിരുന്നു. ആ വിശ്വാസം അവരെ വളർത്തിയത് കേരളത്തിലും തമിഴ്നാട്ടിലും പുതിയ വേരുകൾ ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അന്ന് ആ മാർക്കറ്റിൽ നിലനിന്നിരുന്ന എല്ലാ കമ്പനികൾക്കും അദ്ദേഹം ഒരു ഉത്തരം നൽകുകയാണ്. ഇനി മുതൽ തൻ്റെ പ്രോഡക്റ്റാണ് മാർക്കറ്റ് ഭരിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെ അദ്ദേഹം തൻ്റെ പരീക്ഷണശാലയ്ക്ക് ഒരു പേര് നൽകുന്നു, ജ്യോതി ലബോറട്ടറീസ്. 2000-ൻ്റെ തുടക്കത്തിൽ ജ്യോതി ലാബ്സിൻ്റെ പ്രോഡക്റ്റ് സൗത്ത് ഇന്ത്യ മുഴുവൻ കീഴടക്കി കഴിഞ്ഞിരുന്നു. ഇനി ഇന്ത്യ മുഴുവൻ വ്യാപിക്കാനുള്ള പുതിയ ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങുകയാണ്. 2000-ൻ്റെ തുടക്ക സമയത്ത് തന്നെയാണ് ജ്യോതി ലാബ്സ് കിച്ചൺ ക്ലീനിങ് പ്രോഡക്റ്റ് രംഗത്തേക്ക് ചുവട് വെക്കണമെന്ന് തീരുമാനിക്കുന്നത്. ആ സമയത്ത് മാർക്കറ്റ് ഭരിച്ചിരുന്ന വലിയ ഭീമന്മാർ പോലും ഉണ്ടായിരുന്നു. എന്നാൽ ആ കാലത്ത് ഒരു ബ്രാൻഡ് പോലും ജെയിംസിനെക്കുറിച്ചോ കിച്ചൺ ഹൈജീനെക്കുറിച്ചോ സംസാരിച്ചിരുന്നില്ല. അവിടെ ജ്യോതി ലാബ്സ് പുതിയൊരു വാതിൽ കാണുന്നു, ഒരു പുതിയ മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ വാതിൽ. അങ്ങനെ അവർ അവരുടെ സിഗ്നേച്ചർ പ്രോഡക്റ്റായ എക്സോ മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നു. ഇന്ത്യാസ് ഫസ്റ്റ് ആൻറ്റി ബാക്ടീരിയൽ ഡിഷ് വാഷിംഗ് ബാർ. എക്സോയുടെ നട്ടൽ തന്നെ അതിൽ സൈക്ലോസെൻ എന്ന ജേം കില്ലിംഗ് കെമിക്കൽ കോമ്പൗണ്ടൻ്റ് ആയിരുന്നു. ഏകദേശം 99.99% ജേംസിനെയും കൊല്ലാൻ കെൽപ്പുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട്. ആദ്യമായി അവർ കേരളത്തിൻ്റെ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എക്സോ. പച്ച നിറത്തിൽ എക്സോ ജ്യോതി ലാബ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പച്ച നിറത്തിന് പോലും പല അർത്ഥങ്ങളുമുണ്ടായിരുന്നു. സുരക്ഷയുടെ, ആരോഗ്യത്തിൻ്റെ, പ്രകൃതിയുടെ അടയാളങ്ങൾ. ഇതാണ് ജനങ്ങളിലേക്ക് അവർ എത്തിച്ചതും. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും മാർക്കറ്റുകൾ പെട്ടെന്ന് തന്നെ അത് കീഴടക്കി കഴിഞ്ഞിരുന്നു. കസ്റ്റമേഴ്സിന് മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി മാക്സിമം ലോസ് ഒഴിവാക്കാൻ എക്സോ റൗണ്ട് ഷേപ്പിലായിരുന്നു അന്ന് മാർക്കറ്റിൽ അവതരിപ്പിച്ചത്. കൂടുതൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് അന്ന് എക്സോ ബാറിനൊപ്പം അവർ ഓരോ സ്ക്രബ്ബറുകളും ആഡ് ചെയ്തിരുന്നു. ആ ഒരു സീരീസിന് തന്നെ അന്ന് അവർ പേര് നൽകിയത് എക്സോ സവാരി എന്നാണ്. ലിക്വിഡ് ഫോർമാറ്റിലും ജെൽ പാക്കറ്റുകളിലും അർബൻ കസ്റ്റമേഴ്സിൻ്റെ പ്രീമിയം എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ പുതിയ രീതിയിലും അത് മാർക്കറ്റിൽ അവതരിപ്പിക്കുന്നു. മറ്റ് ബ്രാൻഡുകളെല്ലാം കോടികളിറക്കി പ്രൊമോഷനുകൾ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുമ്പോൾ ജ്യോതി ലാബ്സ് അന്ന് ചെയ്തത് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ പ്രോഡക്റ്റിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഫൈറ്റ് ഗ്രീസ്, കിൽ ജെംസ്, പ്രൊട്ടക്റ്റ് യുവർ ഫാമിലി എന്ന വലിയൊരു ഹാഷ്ടാഗോട് കൂടി 2015-20 കാലഘട്ടത്തിൽ എക്സോ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബ്രാൻഡുകളിലൊന്നായി മാറുന്നു. 2020-ൽ MR ജ്യോതി അതിൻ്റെ ഫൗണ്ടറിൻ്റെ മകൾ MD സ്ഥാനം ഏറ്റെടുക്കുന്നു. പുതിയ ടെക്നോളജിയും പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുമായിരുന്നു അന്നവർ അവിടെ ഉപയോഗിക്കുന്നത്. ജ്യോതി ലാബ്സിന് പുതിയ ചിറകുകൾ നൽകി പുതിയ ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ തന്നെ ഇത് സഹായിക്കുകയാണ്. എക്സോ ഇന്ന് ഏകദേശം 13% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്നു. ഇന്ത്യ ഒട്ടാകെ വേരുകൾ ഉറപ്പിക്കാൻ തന്നെ ആ കമ്പനിക്ക് ഇന്ന് സാധിച്ചിരിക്കുന്നു. 5000 രൂപയിൽ തൻ്റെ അടുക്കളയിൽ തുടങ്ങിയൊരു ബ്രാൻഡ് ഇന്ന് 2500 കോടി രൂപ ടേൺ ഓവറുള്ള വലിയൊരു MNC ആയി മാറിയിരിക്കുകയാണ്. അടുത്ത 3-4 വർഷത്തിനുള്ളിൽ 5000 കോടി രൂപ എന്ന ലക്ഷ്യത്തിലേക്കാണ് അവരെത്തിപ്പെടുന്നത്. ഇത് ഒരു സാധാരണ കഥയല്ല, മറിച്ച് ഒരു വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ കഥയാണ്. ആൻഡ് ഇതുപോലുള്ള കഥയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ.